നമ്മളിതാ സ്വർഗം തേടാൻ പോവുകയാണ് അല്ലേ? റമളാന് വരാനുള്ള മോഹത്തിന് വേണ്ടിയുള്ള ദുആക്കൊപ്പം റമളാൻ അങ്ങ് വന്നു കഴിഞ്ഞാലോ സ്വർഗത്തിന്റെ തേട്ടമല്ലാതെ മറ്റൊരു തേട്ടമില്ല. അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം തേടുന്നു. ചിന്തിക്കണം, നമ്മൾ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഈമാനിന്റെ സമ്പൂർണതയാണ് പരിപൂർണമായി മുഅ്മിനായി ജീവിക്കുക എന്നതാണ്. അല്ലാഹു തആല സ്വർഗം തരാനുള്ള മാനദണ്ഡം ആ ഈമാനിന്റെ ഭാഗങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. ഒരു ചെറിയ ഹദീസിന്റെ ഒരു ഭാഗം പ്രവാചകർ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ലില്ലാഹ് മിനൽ മുഅ്മിനിൽ ലഈഫ്. ഹദീസ് കേൾക്കേണ്ടതാണ് നമ്മൾ, ചെറുപ്പക്കാരെ നമ്മൾ കേൾക്കേണ്ടതാണ്, എന്റെ സഹോദരിമാരെ ആരോഗ്യമുള്ളവരെ നമ്മൾ കേൾക്കേണ്ടതാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ശക്തിയുള്ള മുഅ്മിൻ, ഖവിയായ മുഅ്മിൻ, ഖൈറുൻ, അവൻ നല്ലവനാണ്, വ അഹബ്ബു ലില്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരനായ ആളാണ്. ആരെക്കാൾ? മിനൽ മുഅ്മിനിൽ ലഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ. എല്ലാവർക്കും നല്ല സന്തോഷായി. എന്തേ? ഇന്ന വിഭാഗത്തിൽ പെടുത്തു ഉറപ്പല്ലേ? കാരണം എന്താ? പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ, വേണമെങ്കിൽ ഒരു 50 കിലോ ഒക്കെ ഒന്നിച്ചെടുത്ത് വെക്കും. അത്യാവശ്യം ജിംനേഷ്യത്തിലൊക്കെ പോകാറുണ്ട്, മസിൽ പവറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ എന്ന് ധരിക്കാൻ വരട്ടെ. അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയുണ്ട്. എന്നാൽ അത് മാത്രമല്ല, അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ, ഈമാനിന് ശക്തിയുള്ള മുഅ്മിൻ, ഖൈറുൻ, അവൻ നല്ലവനാണ്, വ അഹബ്ബു ലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളുമാണ്.